ഓക്കെ, നമുക്കിനി നമ്മൾ തലക്കെട്ടിൽ ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയം അല്ലേ, കൊച്ചി ചില്ലാനം കണ്ടക്കടവ് പാടശേഖരത്തിലെ പത്താഴത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വില്ലേജ് ഓഫീസർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പങ്കുവച്ചതാണ്. ജനജീവിതം എത്രത്തോളം ദുസ്സഹമായിട്ടുണ്ട് എന്നുള്ളത്. കായലിൽ നിന്നും പാടശേഖരത്തിലേക്ക് അനധികൃതമായി വെള്ളം കയറ്റുന്നതാണ് ഈ ജനവാസ മേഖലയിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നു എന്ന ഇതിലേക്ക് എത്തിയത്. ആ പരാതി വരികയും ചെയ്തു. അനുമതിയില്ലാതെ പാടശേഖരം നടത്തിപ്പുകാർ തുറന്ന രണ്ടാമത്തെ പത്താഴത്തിനാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ വലയുന്ന ജനങ്ങളുടെ ദുരിത ജീവിതം ജനം TV തുടർച്ചയായി വാർത്ത നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ജനം ഇമ്പാക്റ്റ് ആണ് എന്ന് പറയാം അല്ലേ. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഇടപെടുകയും അതിന് ആ വാർത്ത ഫലം കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന ജോലി എത്രത്തോളം സാർത്ഥകമാകുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, ഈ രണ്ടാമത്തെ പത്താഴം കൂടി പണിയുന്ന സമയത്താണ് ഈ കൂടുതൽ വെള്ളക്കെട്ടിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ജനങ്ങൾ തുറന്നു കാട്ടിയതും ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ വർഷത്തിൽ പകുതിയിലധികം സമയവും ഇങ്ങനെ വെള്ളക്കെട്ടിൽ കഴിയേണ്ടി വരുന്നതിൻ്റെ ദുരിത ജീവിതം നമുക്ക് തുറന്നു കാട്ടാനായതും. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പത്താഴത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതോടെ ഇപ്പോൾ ഉള്ള ചെല്ലാനം നിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരമാകുമോ? വീണ, ചെല്ലാനം കണ്ടക്കടവ് പാടശേഖരത്ത് അനധികൃതമായി സ്ഥാപിച്ച രണ്ടാമത്തെ പത്താഴത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഇത് കൃഷി ഓഫീസർ മുഖാന്തരമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രവർത്തനം നിന്നാൽ ഒരു പരിധി വരെ ഇപ്പോഴത്തെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഏതാണ്ട് 250-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്നതായിരുന്നു ഈ വെള്ളക്കെട്ട്. ഇത് അനധികൃതമായിട്ട് കായലിൽ നിന്നും പാടശേഖരത്തേക്ക് വെള്ളം കയറ്റുമ്പോൾ അത് ആ ഒരു വെള്ളം കയറി അത് വഴികളിലെല്ലാം തന്നെ നിറയുന്നു. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് കയറുന്നു, കൃഷി നശിക്കുന്നു. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് അവിടുത്തെ 250-ലധികം വരുന്ന കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ചാണ് ജനം TV വിശദമായ വാർത്ത നൽകിയതും ഈ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ രണ്ടാമത്തെ പത്താഴത്തിൻ്റെ പ്രവർത്തനം നിർത്തിയാൽ ഒരു പരിധി വരെയും ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാകും എന്നത് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ച് റവന്യൂവിനും കൃത്യമായ ധാരണ ഉള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനായി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വെള്ളം കയറ്റുമ്പോൾ അത് ഒരു വെള്ളമാണ് കയറുന്നത്. ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ സാധാരണ പച്ചക്കറി കൃഷി അത്തരമുള്ള ഇടവിള കൃഷികളൊന്നും തന്നെ നടക്കില്ല. അതെല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചു പോകും. അതോടൊപ്പം തന്നെ തെങ്ങുകളിലെ നാളികേര ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും. ആ രീതിയിൽ കൃഷിയെ എല്ലാം ബാധിക്കുന്ന, അതോടൊപ്പം തന്നെ ജീവിതത്തെ തന്നെ അവർക്കിപ്പോൾ അവിടുത്തെ സ്ത്രീകളും മറ്റും പുറത്തു പോകുമ്പോൾ ഈ വെള്ളക്കെട്ടിലൂടെ നടന്നുപോയി പുറത്ത് ചെന്നതിന് ശേഷം അവിടുത്തെ ഏതെങ്കിലും വീട്ടിൽ കയറി വസ്ത്രം മാറിപ്പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ആ റോഡിലൂടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോണി ഇറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിരുന്നു. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ആ ദുരന്ത ജീവിതം തന്നെയാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും അത് അധികൃതരും കൃത്യമായി തന്നെ ശ്രദ്ധിച്ചു എന്നതിൻ്റെ കൂടി തെളിവാണിപ്പോൾ ഈ വാർത്തയെ തുടർന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. ഈ വെള്ളക്കെട്ട് നിറയുമ്പോൾ അത് കൃഷിക്ക് ആവശ്യമായ രീതിയിൽ ഒരു പത്താഴം കൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടേക്ക് പാടശേഖരത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നതാണ്. പിന്നെ എന്തിനിങ്ങനെ അനധികൃതമായി തുടങ്ങി? ഒരു അനുമതിയും ഇല്ലാതെയാണ് തുടങ്ങിയത്. അതിനെ സംബന്ധിച്ച് നാട്ടുകാർ നേരിട്ട് തന്നെ ഇത് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അതിന് തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നാണ് വാർത്തയ്ക്കായി നമ്മളെ സമീപിക്കുന്നതും ജനം TV ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതും. ഇപ്പോൾ ഇത് നിർത്തിവെക്കാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൃഷി ഓഫീസർ മുഖാന്തരം നൽകിയിരിക്കുന്നു. ഇതിന് പ്രവർത്തനം നിന്നാൽ ഒരു വെള്ളം കയറുന്നത് പൂർണ്ണമായും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുകയും അത് ജനങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാകുകയും ചെയ്യും. വീണ. ശരി സുധീഷ്. ഇപ്പോൾ സുധീഷ് വിവരങ്ങൾ നൽകുകയാണ്. എത്രത്തോളം ഗുണകരമാകും ഈ രണ്ടാമത്തെ പത്താഴത്തിൻ്റെ കൂടി പ്രവർത്തനം നിർത്തിവെക്കുന്നവരെന്നുള്ള. പക്ഷെ അപ്പോഴും ചെല്ലാനം നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണണമെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ തരത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തുടർന്നുള്ള നടപടികളിലേക്ക് പോകുമ്പോഴും ഈ ഒരു ചിന്ത അവരുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.